വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു ക്യാബിൻ ക്രൂ രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിംഗ് ചെയ്യുമ്പോൾ ക്യാബിൻ ക്രൂ അവരുടെ സീറ്റുകളിൽ തന്നെ സൈലന്റ് ആയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ഇരിക്കുന്ന ആ പ്രത്യേക രീതിയെ പറയുന്ന പേരാണ് ബ്രേസ് പൊസിഷൻ. യാത്രക്കാരെ സംരക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ സ്വയം സുരക്ഷിതരാകുന്നതിന് വേണ്ടി ക്രൂ സ്വീകരിക്കുന്ന സേഫ്റ്റി പോസ്ചറാണ് ബ്രേസ് പൊസിഷൻ. എന്തുകൊണ്ട് ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലും ഈ പൊസിഷൻ നിർബന്ധമാക്കുന്നത് എന്നറിയും. അതിന് കാരണം എയർക്രാഫ്റ്റിന്റെ ഏറ്റവും ക്രിട്ടിക്കലായ 2 ഘട്ടങ്ങളാണ്. ഏവിയേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം പരമാവധി എമർജൻസി സാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയം ഇവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രൂ ആദ്യം തന്നെ ഇവിടേക്കുള്ള തയ്യാറെടുപ്പാണ് സൈലന്റ് ആയി മെന്റലി ചെയ്യുന്നത്. ബ്രേസ് പൊസിഷനിലിരിക്കുമ്പോൾ ശരീരത്തിലെ പ്രധാന അവയവങ്ങൾ ഇമ്പാക്റ്റിൽ നിന്ന് പരമാവധി കാത്തു സൂക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇഞ്ചുറി ചാൻസസ് ഗണ്യമായി കുറഞ്ഞിരിക്കും. മാത്രമല്ല ആ സമയം അവർ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സൈലന്റ് റിവ്യൂ. എമർജൻസി ഉണ്ടായാൽ എന്ത് ചെയ്യണം, ഏത് ഡോർ ഉപയോഗിക്കണം, ഏത് കമാൻഡ് നൽകണം എന്നിവ മെന്റലി വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക. അത് ലിറ്ററലി ഒരു മൈൻഡ് റിഹേഴ്സലാണ്. നിങ്ങൾ അടുത്ത തവണ ഫ്ലൈറ്റ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിംഗ് സമയത്ത് ക്രൂ എപ്പോഴും തങ്ങളുടെ സീറ്റിൽ മുഖം മുന്നിലോ പിന്നിലോ ആകാം. എയർക്രാഫ്റ്റ് ടൈപ്പ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും, പക്ഷേ പോസ്ചർ ഈ ബ്രേസ് തന്നെ ആയിരിക്കും. ഇത്തരത്തിൽ ഒരുങ്ങിയിരിക്കുന്നതിനാലാണ് അവർക്കൊരു യഥാർത്ഥ എമർജൻസി സംഭവിച്ചാൽ 90 സെക്കൻഡിനുള്ളിൽ മുഴുവൻ യാത്രക്കാരെയും ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുന്നത്. ഇത്രയും വേഗത്തിൽ റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നത് പ്രീ മെന്റൽ പ്രിപ്പറേഷൻ കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ ബിഗിനിങ്ങിലും ലാൻഡിങ്ങിലും ക്യാബിൻ ക്രൂ സൈലൻസ് പാലിച്ച് ആ ബ്രേസ് പൊസിഷനിൽ റെഡിയായി ഇരിക്കുന്നത് കാണുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.